കേരളത്തിൽ ഏതൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമ്പോഴും അവിടെയൊക്കെ ഉയർന്നുവരുന്ന കാര്യമാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിൽ വരുത്തിയിരുന്നെങ്കിൽ ഇത്ര വലിയൊരു പ്രകൃതി ദുരന്തം ഇവിടെ സംഭവിക്കില്ലായിരുന്നു, ഇത്ര അധികം ജീവികൾക്ക് ജീവഹാനി സംഭവിക്കില്ലായിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള വാചകങ്ങൾ. സത്യത്തിൽ എന്താണ് ഗാഡ്ഗിൽ റിപ്പോർട്ട്? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത്? ആ കാര്യങ്ങൾ അക്ഷരം പ്രതി നടപ്പിലാക്കിയിരുന്നെങ്കിൽ പ്രളയവും ഉരുൾപൊട്ടലുമൊന്നും കേരളത്തിൽ അരങ്ങേറില്ലായിരുന്നു, കേരളത്തിൽ സംഭവിക്കില്ലായിരുന്നു. വിശദമായി തന്നെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരിശോധിക്കാം. അതിനു മുമ്പ് തന്നെ എന്താണ് ഗാഡ്ഗിൽ റിപ്പോർട്ട്? എന്തിനെക്കുറിച്ചാണോ അതിൽ പരാമർശിക്കുന്നത്? എന്തിൻ്റെ സംരക്ഷണമാണോ അതിൽ പറയുന്നത്? അതിനെക്കുറിച്ച് ആദ്യം പറയേണ്ടി വരും. അതാണ് പശ്ചിമഘട്ടം. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടാവും, ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പോസ്റ്റുകൾ വായിച്ചിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താവും? എന്തിനു വേണ്ടിയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് രൂപം കൊണ്ടത്? എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ? പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണമാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലം. പശ്ചിമഘട്ടവും തൊട്ടടുത്തുള്ള പ്രദേശങ്ങളുടെയും പാരിസ്ഥിതിക തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് രൂപം കൊള്ളുന്നത്. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് താപ്തി തീരം വരെ നീണ്ടുകിടക്കുന്ന പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയാണ് പശ്ചിമഘട്ടം എന്നുള്ളത്. പശ്ചിമഘട്ടം എന്ന് പറയുന്നതിൽ ഇന്ത്യയിലെ തെക്ക് പടിഞ്ഞാറ് 6 സംസ്ഥാനങ്ങളാണ്. തമിഴ്നാട്, കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവയാണത്. ഏതാണ്ട് 25 കോടി ജനങ്ങളുടെ ആവാസ സ്ഥലമാണിത്. ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് നമ്മുടെ കേരളത്തിനുള്ളത്. പശ്ചിമഘട്ടം എന്നുള്ളത് ദക്ഷിണേന്ത്യയുടെ ജലസ്രോതസ്സും ജൈവവൈവിധ്യ കലവറയുമാണ്. എന്താണ് പശ്ചിമഘട്ടത്തിൻ്റെ പ്രധാന പങ്ക്? പശ്ചിമഘട്ടം അറബിക്കടലിൽ നിന്ന് വരുന്ന നീരാവി നിറഞ്ഞ കാറ്റിനെ തടഞ്ഞു നിർത്തി വർഷവർഷം മഴ പെയ്യിക്കുന്നതിന് ഒരു പ്രധാന പങ്കാണ് ഈ മലനിരകൾ വഹിക്കുന്നത്. മഴ ലഭിക്കുന്ന ഈ പ്രദേശം മെച്ചപ്പെട്ട പരിസ്ഥിതിയും ജൈവവൈവിധ്യമുള്ളതുമാണ്. ഇനി പശ്ചിമഘട്ടത്തിൻ്റെ രൂപവൽക്കരണത്തെക്കുറിച്ച് പറയാം. എങ്ങനെയാണ് പശ്ചിമഘട്ടം ഉണ്ടായത്? ഏതാണ്ട് 9 കോടി കൊല്ലങ്ങൾക്ക് മുമ്പാണത്രേ പശ്ചിമഘട്ടം എന്ന സ്ഥലം ഉണ്ടായതെന്നാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞരുടെ അനുമാനം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് മഡഗാസ്കർ വേർതിരിഞ്ഞാണ് ഇതിന് തുടക്കമായത്. ഇതിൻ്റെ ഫലമായി സമ്മർദ്ദമുണ്ടായി അതിൽ നിന്നും പശ്ചിമ തീരത്തിന് സമാനമായി ഉരുത്തിരിഞ്ഞു വന്ന മലനിരകളാണ് പശ്ചിമഘട്ടം എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതിനും എത്രയോ കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മലനിരകൾ ഉരുത്തിരിഞ്ഞതെന്നാണ് മറ്റ് ചില ശാസ്ത്രജ്ഞർ വാദിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ ഓരോ പ്രദേശവും വിവിധ സസ്യജന്തു വൈവിധ്യത്തിൻ്റെ ആവാസ കേന്ദ്രമാണ്. ഉദാഹരണത്തിന് സസ്യങ്ങളിൽ രാജ്യത്തെ ആകെ പുഷ്പിക്കുന്ന 27%, ഏകദേശം 4000-ഓളം വരുന്ന ഇനങ്ങൾ ഈ പശ്ചിമഘട്ടത്തിലാണ് ഉള്ളത്. ഇനി ജന്തുക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ 350 തരം ഉറുമ്പുകളും 10,000-ൽ പരം പ്രാണികളും 320 തരം ചിത്രശലഭങ്ങളും 174 തരം തുമ്പികൾ, 269 തരം ഒച്ചുകൾ, 288 തരം മത്സ്യങ്ങൾ, 500-ലേറെ തരം പക്ഷികൾ, 120 തരം സസ്തനികൾ എന്നിവയും കാണുന്നു. ഇതിൽ ഉൾപ്പെടുന്ന ജീവികൾ, ഉദാഹരണത്തിന് സിംഹവാലൻ കുരങ്ങടക്കം പലതും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ പശ്ചിമഘട്ട വനങ്ങളിൽ താമസിക്കുന്ന മനുഷ്യന്മാരുടെ കണക്ക് പറയുകയാണെങ്കിൽ 29 വിഭാഗങ്ങളിൽപ്പെട്ട ആദിവാസികളും മറ്റൊരുപാട് വനവാസികളുടെയും വാസസ്ഥലമാണ് പശ്ചിമഘട്ടം എന്നുള്ളത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നും വന്ന കുടിയേറ്റക്കാരും ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞു. ഈ പശ്ചിമഘട്ടം എന്നുള്ളത് ഒരുപാട് നദികളുടെ ഉത്ഭവ കേന്ദ്രം കൂടിയാണ്. അതായത് നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തികളിൽ മാത്രം 44 നദികളാണ് ഈ ജലക്കൊടുമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. അതേസമയം ഇന്ത്യയിൽ തന്നെ പ്രധാന നദികളായിട്ടുള്ള കൃഷ്ണ, ഗോദാവരി, കാവേരി, നേത്രാവതി, വൈഗ എന്നിങ്ങനെ വേറെയും. ചുരുക്കത്തിൽ ദക്ഷിണേന്ത്യയുടെ അന്തരീക്ഷ താപനിലയും ആർദ്രത, വർഷതാപം, കാലാവസ്ഥ എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നതിൽ ഈ മലനിരകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. പലതരം ധാതു വിഭവങ്ങളും പ്രകൃതി വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ്. അത് ഈ മലനിരകൾ അതിർത്തിയായി വരുന്ന 6 സംസ്ഥാനങ്ങളും മലനിരകളുടെ 5 കോടിയോളം വരുന്ന ജനങ്ങളടക്കമുള്ള ഒട്ടേറെ ജീവജാലങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ തന്നെയാണ് പശ്ചിമഘട്ടം. നമ്മുടെ കേരളത്തിലുള്ള 2800 സ്ക്വയർ മീറ്റർ അധികമുള്ള ഭൂമിയെയും 3 കോടി ജനങ്ങളുടെ ജീവിതത്തെയും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും സ്വാധീനിക്കുന്ന വ്യവസ്ഥയാണ് പശ്ചിമഘട്ടം. ഇതിനു പുറമെ വിവിധങ്ങളായ കാരണങ്ങളാൽ പശ്ചിമഘട്ടം ഏറെ ലോലമായ പരിസ്ഥിതി പ്രദേശമെന്നും ജീവശാസ്ത്രപരമായ കാരണങ്ങളാൽ എന്ത് വില കൊടുത്തും നമ്മൾ ഇതിനെ സംരക്ഷിക്കണമെന്നുമാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്.
ഇനി എന്താണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് നോക്കാം. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരകളും അതിനോടനുബന്ധിച്ച പ്രദേശങ്ങളും അടങ്ങുന്ന പാരിസ്ഥിതിക വ്യൂഹവും നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച വിദഗ്ധ സമിതിയാണ് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി അഥവാ വെസ്റ്റേൺ ഘാട്ട് എക്കോളജി എക്സ്പെർട്ട് പാനൽ. ജൈവവൈവിധ്യ പരിസ്ഥിതി സംരക്ഷണ മേഖലകളിലെ വിദഗ്ധരടങ്ങിയ ഈ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് അതിൻ്റെ അധ്യക്ഷനായിരുന്ന മാധവ് ഗാഡ്ഗിലിൻ്റെ പേരിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഈ ഒരു റിപ്പോർട്ട് പുറം ലോകം കണ്ടില്ല, ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിയില്ല, ആരും തന്നെ പുറത്തു കൊണ്ടുവന്നില്ല. ഏറ്റവും അവസാനം ചില വിവരാവകാശ നിയമപ്രകാരം നടത്തിയിട്ടുള്ള അപേക്ഷകളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളവയൊക്കെയും പൊതുജനങ്ങൾക്ക് ലഭ്യമാവുന്നത്, പരസ്യമാക്കപ്പെടുന്നത്. ഇവിടെ നോക്കുമ്പോൾ പ്രധാനമായും 5 സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം എന്നിവയിലായിട്ട് നീണ്ടു കിടക്കുന്ന 1490 കിലോമീറ്ററുകളിലായി പരന്നു കിടക്കുന്ന പശ്ചിമഘട്ടത്തിൻ്റെ പ്രദേശങ്ങളെ പഠിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് മാധവ് ഗാഡ്ഗിലിൻ്റെ നേതൃത്വത്തിൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്, ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം പശ്ചിമഘട്ടം മുഴുവനായിട്ടും അവർ പരിശോധിച്ചിട്ടുള്ള പ്രദേശം മുഴുവനായിട്ടും പരിസ്ഥിതി ലോല പ്രദേശമാണെന്നാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇന്നേ വരെ. പരിസ്ഥിതി ലോലം എന്ന് പറഞ്ഞാൽ ഈ ഒരു മേഖലയിൽ കാര്യമായിട്ടുള്ള കൈകടത്തലുകൾ നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലങ്ങൾ തീർച്ചയായും നമ്മൾ അനുഭവിക്കേണ്ടി വരും. പ്രകൃതിയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അത് സൃഷ്ടിക്കുന്നതായിരിക്കും. അങ്ങനെയൊക്കെയുള്ള മേഖലകളാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും പശ്ചിമഘട്ടത്തിൻ്റെ ഈ മേഖലകളെ പ്രധാനമായും സോൺ 1, സോൺ 2, സോൺ 3 എന്നിങ്ങനെ 3 മേഖലകളായിട്ട് അവർ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ചില പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കൂടെ കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിൽ അവർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അവ 1 മുണ്ടക്കൽ പനത്തടി, 2 പൈതൽമല, 3 ബ്രഹ്മഗിരി തിരുനെല്ലി, 4 പരിസ്ഥിതി പ്രാധാന്യമുള്ള വയനാടിൻ്റെ ഭാഗങ്ങൾ, കുറുവാദ്വീപ്, 5 കുറ്റ്യാടി, പെരിയ, കൽപ്പറ്റ, 6 നിലമ്പൂർ, മേപ്പാടി. മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ചൂരൽമല മുണ്ടക്കയം എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരത്തിലുള്ള വലിയ ദുരന്തം സംഭവിച്ചിട്ടുള്ളത്. 7ാമതായിട്ട് വരുന്നത് സൈലൻറ്റ് വാലി, 8 മണ്ണാർക്കാട്, ശിരുവാണി, മുതുക്കുളം, 9ാമതായിട്ട് നെല്ലിയമ്പതി, പറമ്പിക്കുളം, 10 പീച്ചി, വാഴാനി, 11 പൂയംകുട്ടി, തട്ടേക്കാട്, ഇടമലയാറ്, 12 മൂന്നാർ, ഇരവിക്കുളം, ചിന്നാർ, 13 ഇടമലക്കാടുകൾ, 14 പെരിയാർ, റാന്നി, കോന്നി, ഗൂഡ്രിക്കൽ, 15 കുളന്തുപ്പുഴ, തെന്മല, 16 അഗസ്ത്യമല, നെയ്യാർ, പേപ്പാറ എന്നിങ്ങനെ പ്രദേശങ്ങളാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് ഈ ഒരു റിപ്പോർട്ടിൽ അവർ വിവരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രദേശങ്ങളിലായിട്ട് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നായി നോക്കാം. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് തേയില, കാപ്പി, ഏലക്ക, റബ്ബർ, വാഴ, പൈനാപ്പിൾ തുടങ്ങി മണ്ണൊലിപ്പിൽ കാരണമായേക്കാവുന്ന വിളകളൊന്നും ഈ പ്രദേശത്ത് കൃഷി ചെയ്യരുത്, അത് പൂർണ്ണമായി നിർത്തലാക്കണം എന്ന കാര്യം തന്നെയാണ്. നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ ഈ പറഞ്ഞ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള പ്ലാന്റേഷനുകളും കൃഷികളുമാണ് തകൃതിയായി നടന്നു വരുന്നത്. 2ാമതായിട്ട് വരുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ ഈ പ്രദേശങ്ങളിൽ പ്ലാസ്റ്റിക് ഉപയോഗം പൂർണ്ണമായി നിർത്തലാക്കണമെന്നാണ്. 3ാമതായിട്ട് വരുന്നത് സോൺ 1-ൽ 5 വർഷം കൊണ്ടും, സോൺ 2-ൽ 8 വർഷം കൊണ്ടും, സോൺ 3-ൽ 10 വർഷം കൊണ്ടും പൂർണ്ണമായിട്ടും അവിടെയുള്ള കൃഷിരീതി ജൈവകൃഷിയായിട്ട് മാറ്റണമെന്നാണ് 3ാമത്തെ നിർദ്ദേശം. 4ാമത്തെ നിർദ്ദേശം പൊതുഭൂമി ഒരു കാരണവശാലും സ്വകാര്യവൽക്കരിക്കരുത്, അവിടെ വേറെ തരത്തിലുള്ള പ്രവൃത്തികൾ പാടില്ല എന്നതാണ്. 5ാമതായിട്ട് വരുന്നത് സോൺ 1-ലെയും സോൺ 2-ലെയും വനഭൂമി ഒരു കാരണവശാലും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. സോൺ 3-ലെ കൃഷിഭൂമി വേണമെങ്കിൽ കാര്യമായ പഠനങ്ങളൊക്കെ നടത്തിയ ശേഷം മറ്റ് ആവശ്യങ്ങൾക്ക് വേണേൽ ഉപയോഗിക്കാം എന്നൊരു കാര്യം കൂടെ അവർ വിവരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ 6ാമതായിട്ട് വരുന്നത് 2016 ആകുമ്പോഴേക്ക്, അതായത് അന്ന് പറയുന്നതാണ്, സോൺ 1-ൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഖനന പ്രവൃത്തികളും നിർത്തിവെക്കാനാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോൺ 2-ൽ നിയന്ത്രണങ്ങളോടുകൂടെ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഖനന പ്രവൃത്തികൾ തുടരാം.
സോൺ 3-ൽ കൃത്യമായ പഠനങ്ങൾ നടത്തി നിയന്ത്രണങ്ങളോടുകൂടി പുതിയ ഖനന പ്രവൃത്തികൾക്ക് അനുമതി നൽകാം. 7-മതായിട്ട് പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കുന്ന റെഡ് ഓറഞ്ച് വ്യവസായങ്ങളൊന്നും തന്നെ പശ്ചിമഘട്ടത്തിൻ്റെ ഈ മേഖലകളിൽ ഒന്നും തന്നെ ചെയ്യരുതെന്നാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. 8-മതായിട്ട് സോൺ 1-ൽ 10 മെഗാവാട്ടിൽ കുറഞ്ഞ ജലവൈദ്യുത പദ്ധതികളും അതോടൊപ്പം തന്നെ സോൺ 2-ൽ 15 മീറ്റർ കവിയാത്ത ഡാമുകൾ നിർമ്മിക്കാമെന്നും അതോടൊപ്പം കാലാവധി തീർന്ന ഈ സോണിലുള്ള ഡാമുകളൊക്കെ തന്നെയും 15-50 വർഷം സമയമെടുത്ത് പൂർണ്ണമായി ഡീകമ്മീഷൻ ചെയ്യണം. അതിന് പകരമായിട്ട് പുതിയ ഡാമുകൾ നിർമ്മിക്കണം. അതോടൊപ്പം ഗോവ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ ഖനന പ്രവർത്തികളിൽ ചില നിയന്ത്രണങ്ങളൊക്കെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? പൂർണ്ണമായിട്ടും പരിസ്ഥിതിക്ക് ഏറ്റവും അധികം നല്ലത് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ പശ്ചിമഘട്ടത്തെ പൂർണ്ണമായിട്ടും പരിസ്ഥിതി ലോല പ്രദേശമായി കണ്ട് അവിടെ മാക്സിമം പരിസ്ഥിതിയെ ദ്രോഹിക്കുന്ന പ്രവൃത്തികൾ കുറച്ച് പരിസ്ഥിതിയെ മാക്സിമം സംരക്ഷിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് മാധവ് ഗാഡ്ഗിലിൻ്റെ നേതൃത്വത്തിൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്, ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊട്ടും പ്രായോഗികമല്ല, ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ എളുപ്പമല്ല എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഉയർന്നു വന്നിട്ടുള്ളത്. എന്നാൽ പശ്ചിമഘട്ടത്തിന് അനുകൂലമായി ശാസ്ത്രലോകം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ചില സവിശേഷതകളുണ്ട്. 1. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന ചില സസ്യജന്തു വിഭവങ്ങളുണ്ട്. 2. ഇതിൽ ചില ജീവികൾ വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. 3. ഇക്കൂട്ടത്തിൽ വളരെ അപൂർവമായ ജീവികളുണ്ട്. 4. പശ്ചിമഘട്ടം ഇന്ത്യയിൽ മാത്രം കാണുന്ന നിരവധി ഇനം സസ്യജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. 5. വന്യജീവികളുടെ ഇടനാഴിയാണ്. 6. പ്രത്യേക ആവാസ വ്യവസ്ഥയാണ്. 7. ധാരാളം ശുദ്ധജല ചതുപ്പുകൾ ഇവിടെയുണ്ട്. 8. അപൂർവമായി കാണുന്ന ചതുപ്പ് വനങ്ങളുള്ള ഒരു പ്രദേശമാണ്. 9-മതായിട്ട് പ്രത്യേക പ്രജനന പ്രദേശമാണ്. 10. ധാരാളം തണ്ണീർത്തടങ്ങളുള്ള പ്രദേശമാണ്. ഈ പ്രാധാന്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോഴും പലതരം ഭീഷണികൾ നേരിടുന്ന പ്രദേശമായിട്ടാണ് ശാസ്ത്രലോകം ഈ ഒരു പശ്ചിമഘട്ടത്തെ വിലയിരുത്തുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജൈവ വൈവിധ്യത്തിന് നേരെയുള്ള അക്രമമാണ്. 1920-90 കാലഘട്ടങ്ങളിൽ മാത്രം ഈ പ്രദേശത്തെ 40% വനസമ്പത്ത് നാശോന്മുഖമായത് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മറ്റൊന്ന് വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ നടക്കുന്ന കയ്യേറ്റങ്ങളാണ്. ഖനനം, വ്യവസായം, വൈദ്യുതി നിലയം, ടൂറിസം റിസോർട്ടുകളൊക്കെ ഇവിടെ അനധികൃതമായി നിർമ്മിക്കുന്നതൊക്കെ പലപ്പോഴും വാർത്തകളിലൂടെ കാണുന്നതാണ്. എന്നിവയുടെ പേരിലൊക്കെ നടന്നു വരുന്ന അനധികൃതമായ കയ്യേറ്റങ്ങളൊക്കെ പശ്ചിമഘട്ടത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കഴിഞ്ഞ 20 കൊല്ലം കാലഘട്ടമാണ് റിസോർട്ടുകളൊക്കെ കുതിച്ചുയർന്നത്. അതുപോലെയുള്ള മറ്റ് കടന്നാക്രമണങ്ങൾ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് കരുത്താർജിച്ചിരിക്കുകയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഈ പാരിസ്ഥിതിക തകർച്ചയാണ് നമ്മൾ കേരളീയരുടെ, മലയാളികളുടെ ജനജീവിതത്തിന് ദുരന്തങ്ങളായി പെയ്തുകൊണ്ടിരിക്കുന്നത്.